അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കൂട്ടുകാരെ, നിങ്ങളോട് ഒരാൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഉത്തരം അള്ളാഹു എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരവും അള്ളാഹു എന്നായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അവർ മുശ്രിക്കുകളായത്? 29-ാം അധ്യായമായ അൽ അൻകബൂത്തിൽ 39-ാം ആയത്തിൽ അള്ളാഹു വ്യക്തമായി പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹു ഫഅന്നാ യുഫകൂൻ. നബിയെ, നിങ്ങൾ അവരോട് ഭൂമികളെ സൃഷ്ടിച്ചതും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. പക്ഷേ എങ്ങനെയാണ് അവർ തൗഹീദിൽ നിന്ന് തെറ്റിക്കപ്പെട്ടത്? കൂട്ടുകാരെ, തൗഹീദിന് പ്രധാനമായും 3 ഇനങ്ങളുണ്ട്. ഈ 3 ഇനങ്ങൾ പാലിച്ചാൽ മാത്രമാണ് തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. ഒന്നാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ, അള്ളാഹുവിൻ്റെ രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വം. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹുവിൻ്റെ ആരാധനയിലുള്ള ഏകത്വം. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അവൻ്റെ നാമഗുണ വിശേഷങ്ങളിൽ ഏകത്വം. നമുക്ക് ഈ 3 ഗുണങ്ങളെയും പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.